എനിക്ക് ഒരിക്കലും ഇപ്പൊ ഒരു അനിമൽ പോലത്തെ ഒരു ഫിലിമിനെ ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എൻ ഓഡിയൻസ് രണ്ടും രണ്ട് രീതിയിൽ അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. അന്ന് നമ്മള് 4 ഇയേഴ്സിന്റെ സമയത്തൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പൊ ഒരു പോയിന്റ് അത് വളരെ എഫക്റ്റീവായിട്ട് കുറെ സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്കുള്ള സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്, അത് വലിയ വിജയവും ആവുന്നുണ്ട്. ജോലിയായിട്ട് സിനിമയെ കണ്ടിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണോ, അതോ അതിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിലാണെങ്കിൽ അവിടെ ഈ കോൺവെർസേഷൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അങ്ങനെ പറയുന്ന ഒരു പ്രിയ കാണാനാവോ? ഇതുവരെയും അങ്ങനെ ഒരു സ്പേസ് കിട്ടിയിട്ടുള്ളത് 4 ഇയേഴ്സിലാണ്. 4 ഇയേഴ്സിൽ ഈ പറയുന്ന പോലെ ചില ഡയലോഗ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ പറയാറുണ്ട് സർ ഇത് ഭയങ്കര ക്രിഞ്ചാണ്, ഇത് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇത് കുറച്ച് കലിപ്പന്റെ കാന്താരി മോഡുണ്ട് അപ്പൊ അത് നമുക്ക് മാറ്റണം. അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടിയ ഫിലിം 4 ഇയേഴ്സ് ആണ്. അതിൽ നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് പറയുകയും അത് ഇൻകൾക്കേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാക്സിമം ഈ പറയുന്ന പോലെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടരുത്, അല്ലെങ്കിൽ അത് പുറത്തോട്ട് വരരുത് എന്നുള്ളത് എനിക്കും നിച്ചുവിനും സാറിനും ഒക്കെ അത് സംഗീതം ഉണ്ടായിരുന്നു. അപ്പൊ സംഗീതം ഞങ്ങളെല്ലാവരും കൂടെ കളക്റ്റീവ്ലി ചെയ്തിട്ടുള്ളൊരു കാര്യമാണത്. അപ്പം ഇനിയും അങ്ങനത്തെ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തായാലും എൻ്റെ അഭിപ്രായം ഐ വിൽ പുട്ട് ഫോർവേഡ് ആൻഡ് യുനോ അതിന്ന് എന്താണ് ഔട്ട്കം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അറ്റ്ലീസ്റ്റ് ഹാവ് എ ഡിസ്കഷൻ അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ്. ഐ വുഡ് ലവ് ടു ഹാവ് എ ഡിസ്കഷൻ അബൌട്ട് ഇറ്റ്. ആൻഡ് ഈ പറയുന്ന പോലെ അറ്റ് ദാറ്റ് ടൈം ആ ഫിലിം മേക്കറിന് എനിക്ക് എൻ്റെ പോയിന്റ് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ പോയിന്റ് കൺവിൻസ് ചെയ്യാനോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് തിങ്. നോ ഇപ്പോഴീ ആളുകള് ഈ പ്രണയം, ബോയ് ഫ്രണ്ട്, സങ്കല്പങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇത് ഞാൻ പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നത്, കൃത്യമായിട്ട് ഓർമ്മയില്ല, ദുൽഖറിന്റെ മുടി, ഫഹദിന്റെ കണ്ണ്, അങ്ങനെ എന്തൊക്കെയോ ഞാൻ പണ്ട് പറഞ്ഞിട്ടത് നല്ല ട്രോള് കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇപ്പൊ ഈ ചോദ്യം കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ കുറച്ച് വർഷങ്ങൾ പോയിട്ടേ ഇപ്പൊ കമ്പാനിയൻഷിപ്പിന്റെ ഒരു ഡെഫിനേഷൻ എന്താ? അത് വിവാഹമായിട്ടാണോ ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആള് തന്നെ വേണമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്കറിയില്ലടോ, സത്യം പറയാലോ, ടു ബി വെരി ഓണസ്റ്റ് എനിക്കറിയില്ല വേറെ സ്റ്റാൻഡ് എന്നുള്ളത്. കാരണം നമ്മൾ കാണുന്ന മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ അതാ ഞാൻ പറഞ്ഞേ, എന്തൊക്കെയോ ഷിപ്പുകളുണ്ട് ഇപ്പൊ ഈ കാലത്ത്. സോ ഇപ്പൊ എന്ത് ഷിപ്പാന്നുള്ളത് പോലും കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്ത് പേഴ്സണലി ഇഫ് യു ആസ്ക് മീ എനിക്കറിയില്ല വേറെ ഐ സ്റ്റാൻഡ് എന്നുള്ളത്. ബട്ട് റൈറ്റ് നൗ ഐ എം ജസ്റ്റ് ലൈക്ക് എനിക്ക് എൻ്റെ കരിയർ ഉണ്ട്, ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുക, ഞാൻ അതിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ഈ 25-ാമത്തെ വയസ്സിൽ ഇപ്പൊ ഇനിയിപ്പോ കമ്പാനിയൻഷിപ്പ് ഒന്നും നോക്കി നടക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു ഫ്ലോയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ യാ, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ഫീൽ ലൈക്ക് സംബഡി ടു കം ഹോം ടു, അല്ലെങ്കിൽ യുനോ എന്തെങ്കിലും ഇപ്പൊ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് ആദ്യം ഒരാൾ വിളിച്ചു പറയാൻ തോന്നില്ലേ, അങ്ങനെ ഒരു സ്പേസിലേക്കുള്ള ഒരാള്. അത്രേ ഉള്ളൂ, അത്രയും സിമ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം ലോകത്തെ ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ, സിറ്റുവേഷൻ ഷിപ്പ്, സബ്മറൈനിങ്, ബ്രെഡ് ക്രംബ്ലിംഗ്. സബ്മറൈനിങ്ങോ? അതൊക്കെ എന്താ സംഭവം? അത് പെട്ടെന്ന് കാണാണ്ടാവുക, പിന്നെ പെട്ടെന്ന് മുന്തി വരും, പിന്നെ പെട്ടെന്ന് കാണാണ്ടാവും. സബ്മറൈൻ പോലെ. ഓക്കെ, ഗോസ്റ്റിങ്ങിന്റെ വേറൊരു ഗോസ്റ്റിംഗ് കാണുന്നില്ലല്ലോ, കാണും. അങ്ങനെ കുറെ ഉണ്ടല്ലോ. പിന്നെ ഫണ്ണായിട്ടാണോ വായിക്കുന്നത്, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെയും കാണാറുണ്ടോ? പിന്നെ തീർച്ചയായും അങ്ങനത്തെ ടേംസിനോടൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ആവുന്നത് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴാണല്ലോ. ആരെങ്കിലും ഒക്കെ പറയുമ്പോഴായിരിക്കും റീസെന്റ് ഐ ഹാഡ് എ വെക്കേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴാണ് അതെന്ത് സാധനം, വെക്കേഷൻഷിപ്പോ? ജസ്റ്റ് ഫോർ വെക്കേഷൻ പോയി വരുന്ന സമയത്തുള്ളൊരു ഷിപ്പ്, അതാണ് വെക്കേഷൻഷിപ്പ്. അപ്പൊ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴായിരിക്കും അറിയണത്. പിന്നെ ഇങ്ങനത്തെ വാക്കുകൾ, ബ്രെഡ് ക്രമ്മിങ്, ലവ് ബോംബിങ്, ഇങ്ങനത്തെ കുറെ വാക്കുകളൊക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര കോമൺ ആയി തുടങ്ങി. സൈഡ് ബെഞ്ചിങ്, അതെന്താണ്? അത് ഞാനിങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് പഠിച്ചാണ്ട്. അതൊക്കെ അതെന്താ വെച്ചാൽ നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരാളുണ്ടാവും, പക്ഷെ നമ്മളൊരു സെക്കൻഡറി ഓപ്ഷൻ പോലെ ഒരാളെ വെച്ചേക്കും. സൈഡ് ബെഞ്ചിങ്, ശരി. പുതിയ ഇന്നത്തെ ന്യൂ വേർഡ് അൺലോക്ഡ്. പ്രിയ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ലോയലായിട്ടുള്ള, ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലവ് പറയണോ? ഐ മീൻ ഓൾഡ് സ്കൂൾ റൊമാൻസ് എന്നൊക്കെ പറയണ. ഞാൻ ഭയങ്കര ഹോപ്പ്ലെസ്ലി റൊമാൻറ്റിക് ഫിൽമി റൊമാൻറ്റിക്, അതായത് അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ സിനിമയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമകളാണ് നമ്മളെ നശിപ്പിക്കുന്നത്. വെറുതെ അല്ലേക്ക് സിനിമ. അതാണെങ്കിൽ
കുറേ തമിഴ് പാട്ടുകളുണ്ട്. ആ. ഈ തമിഴ് പാട്ടുകളൊക്കെ അതിന്റെ വീഡിയോസ് മാത്രം ഇങ്ങനെ യൂട്യൂബിലിരുന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഓ ഇതൊക്കെയാണ് കേട്ടോ വെറുതെ നമുക്ക് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് വരുന്നത്, ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. ഇപ്പൊ ഒരു പാർത്ത മുതൽ നാളെയൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പൊ നമ്മള് റിയൽ ലൈഫിൽ നമ്മൾ അതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ ഈ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഇതിന്നാണ് ഉണ്ടാവുന്നത്. അതാദ്യം സ്റ്റോപ്പ് ചെയ്യണം, എന്നാലേ ഗതി പിടിക്കുള്ളൂ എന്നുള്ളത്. ബട്ട് ഞാൻ ഭയങ്കര അങ്ങനെ ഹോപ്പ്ലെസ്ലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആളാണ്. അതിന് വേണ്ടിയിട്ടുള്ള അഡ്വഞ്ചറുകളൊക്കെ ഉണ്ടല്ലോ. എന്നോട് ഒരു നവ്യ നായർ ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോഴാണ് വന്നത്. നവ്യ നായർ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് പ്രണയിച്ചിരുന്ന ഒരാളായിരുന്നു അത്ര. അപ്പൊ അവർ പ്രണയിച്ചിരുന്ന ആളോ അതുപോലെയായിരുന്നു. എൻ്റെ അയാൾ ചെയ്തതെന്ന് വെച്ചാൽ അവരൊരു വയസ്സ് 21 എന്നോട് പ്രായം പറഞ്ഞിട്ടില്ല. 21 21ാമത്തെ ബർത്ത്ഡേക്ക് 21 ഗിഫ്റ്റാണ്, 21 ബാഗ്, 21 ചെരുപ്പ്, 21 അങ്ങനെയാണ്, 21 വാച്ചസ്, അങ്ങനെയാണ്. അത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ലെവലിലേക്കൊക്കെ പ്രിയ പോയിട്ടുണ്ടോ? എനിക്ക് ഇങ്ങോട്ട് അത്ര അഡ്വഞ്ചറസ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇതുപോലെ കുറെ അഡ്വഞ്ചർ കാണിച്ചിട്ടുണ്ട് ഇൻ ലൈഫ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രേമിക്കുമ്പോ ഞാനൊരു മണ്ടിയാണ്. സോ ഈ പറയുന്ന ഇപ്പൊ ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോ ചിലപ്പോ നമുക്കിങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. അല്ല, സംസാരിക്കുമ്പോ ആൾക്കാർ വിചാരിക്കുമ്പോ ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഭയങ്കര സ്മാർട്ട് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ധാരണയുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ധാരണയുണ്ട് പ്രിയെ പറ്റി. അതറിയില്ലേ? ഭയങ്കര കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണെന്ന് ധാരണയുണ്ട്. അങ്ങനെ എല്ലാ എന്താ പറയാ തെറ്റിദ്ധാരണകളാണ്. ഓൾ ഏരിയാസ് ഓഫ് ലൈഫിൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ലവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞാൻ വെറും ഒരു മണ്ടിയാണ്. സോ എൻ്റെ അടുത്ത് കൂട്ടുകാരൊക്കെ ചോദിക്കുകയും ചെയ്യും, നിനക്ക് എല്ലാ കാര്യത്തിലും നല്ല ബോധം ഉണ്ടല്ലോ, എന്താ ഈ കാര്യത്തിൽ വരുമ്പോൾ മാത്രം ഇല്ലാത്തത് ചോദിക്കും. ഞാൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറെ അഡ്വഞ്ചർ അങ്ങോട്ട് ഗിവിങ് അഡ്വഞ്ചറിൽ. ഈ ചോയ്സ് ഓഫ് ബുക്സിലും റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? അതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത്. ചേതൻ ഭഗത് ലൈനാണോ അതോ ചേതൻ ഭഗത്, പ്രീതി ഷെനോയ്, ദർജോയ് ദത്ത, രവീന്ദർ സിംഗ്, ഇവരൊക്കെ ആയിരുന്നു കംപ്ലീറ്റ് സ്കൂൾ ടൈമില് വായിക്കുന്ന ബുക്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ബുക്സ് മാത്രമാണ്. വേറെ ഒന്നും വായിച്ചിരുന്നില്ല. അതൊക്കെ വായിച്ചതിന് ഒക്കെ പകരമായിട്ട് ഞാൻ ഇപ്പൊ വായിക്കുന്നത് മൊത്തം സെൽഫ് ഹെൽപ്പ് ബുക്സ് ആണ്. കാരണം ഇപ്പം എന്താ പറയാ, സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ടല്ലോ. ഈ റൊമാൻസ് ഒക്കെ വായിച്ച് അവസാനം ചെവിയിലൊരു ചെമ്പരത്തി വെക്കേണ്ട അവസ്ഥയാവുമ്പോ നമ്മള് നൈസ് സെൽഫ് ഹെൽപ്പിലോട്ട് തിരിയല്ലോ. ഇപ്പൊ വായിക്കുന്നത് ഫുൾ സെൽഫ് ഹെൽപ്പാണ്. അതായത് ദ മൗണ്ടൻ ഇസ് യു, അങ്ങനത്തെ ബുക്സ് ഒക്കെ വായിക്കും. അറ്റോമിക് ഹാബിറ്റ്സ്, ഇങ്ങനത്തെ ബുക്സ് ഒക്കെ വായിച്ചിട്ട് എന്നെ തന്നെ നന്നാക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അതിൽ പറയുന്നത്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വർക്ക് ആവുന്നുണ്ട്. ഒന്നുമില്ല, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ മടി തോന്നുന്ന ഒരു കാര്യത്തിന് പല സ്റ്റേജസ് നമ്മളത് സ്റ്റാക്ക് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം ചെയ്യും എന്നുള്ളത് നമുക്കിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ എളുപ്പമാവും എന്നുള്ളത്. സോ അങ്ങനത്തെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഹാബിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ന ടൈം ഓഫ് ദ ഡേയിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്യും എന്നുള്ളത് നമ്മൾ അങ്ങനെയെങ്കിലും നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യും എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളിപ്പോ ഒരു ദിവസത്തിൽ ഞാൻ ഇന്ന് എനിക്ക് ബുക്ക് വായിക്കണം എന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ ഞാൻ ആലോചിക്കണം ഇന്ന് രാത്രി 9 മണിയാകുമ്പോൾ ഞാൻ ബുക്ക് വായിക്കണം. അത് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് നടക്കും. There's more probability of it happening because you've scheduled it. അങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഈ ട്രോളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഹെയ്റ്റ് അതിനെ ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ അറ്റൻഷൻ, അതിന്റെ ബാക്ക്ലാഷ്, അത് ഓവർകം ചെയ്തത്, ഇത് ഈ നേരത്തെ പറഞ്ഞ ഈ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന വേദനകളെയും ഹെൽപ്പ് ചെയ്യാൻ ഒരു പവർ ആയിട്ടുണ്ടോ? ട്രോളുകളോ? അതിപ്പോ ട്രോള് കിട്ടുന്നു, അത് കാണുന്ന ഒരു വിഷമം വരുന്നു, അത് പിന്നെ നമ്മളത് മറക്കുന്നു. ഇത് വേറൊരു രീതിയിൽ ഇങ്ങനെ ഫ്യൂൽ ആവും. അതായത് അങ്ങനെ ഒരു കാര്യം നടന്നു സാറില്ല, നമ്മള് എത്രയോ കണ്ടിരിക്കണു അങ്ങനെ